നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. കേളിത്തോട് പാലം നാടിന് സമർപ്പിച്ചു. പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. കുറുമാലിപ്പുഴയിലെ 4 താൽക്കാലിക മൺചിറകളുടെയും നിർമ്മാണം ചൊവ്വാഴ്ച ആരംഭിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതായി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ. ചിറകൾ നിർമ്മിക്കുന്നതിനായി തിങ്കളാഴ്ച രാവിലെ ചിമ്മിനി ഡാമിൽ നിന്നുള്ള ജലവിതരണം നിർത്തും. പാലിയക്കരയിൽ വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ച 3.2 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പുതുക്കാട് പോലീസിന്റെ പിടിയിലായി. മാങ്കുറ്റിപ്പാടത്തെ 7 ഏക്കറോളം നിലത്തിലെ വിളഞ്ഞ നെല്ല് കൊയ്തെടുക്കാൻ കഴിയാത്ത വിധം വെള്ളം കയറി. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിലൂടെ തുടർച്ചയായി വെള്ളം തുറന്നുവിട്ടതാണ് കാരണമെന്ന് പരാതിയുമായി കർഷകർ. മന്നത്ത് പത്മനാഭന്റെ സമാധി ദിനമാചരിച്ച് NSS കരയോഗങ്ങൾ. പുഷ്പാർച്ചന, ഉപവാസം, സമൂഹ പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തി. ആമ്പല്ലൂർ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി മണ്ണമ്പേട്ടയിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ പാലം വികസനങ്ങളിൽ 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ടത് 3 വർഷത്തിനുള്ളിൽ പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണെന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പുതുക്കാട് ചെറുവാൾ റോഡിലെ കേളിത്തോടിന് കുറുകെയുള്ള കേളിത്തോട് പാലത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 5 വർഷം കൊണ്ട് സംസ്ഥാനത്തുടനീളമായി 100 പാലങ്ങളുടെ നിർമ്മാണമാണ് ലക്ഷ്യം വെച്ചത്. 3 വർഷം പൂർത്തീകരിക്കുമ്പോൾ തന്നെ ലക്ഷ്യപഥത്തിലേക്ക് എത്തുകയാണ്. പശ്ചാത്തല വികസനത്തിൽ പാലം നിർമ്മാണത്തിലുള്ള പങ്ക് വളരെ വലുതാണ്. പാലം നിർമ്മാണത്തിൽ എല്ലാ മാസവും തുടർന്നു പോരുന്ന പരിശോധനകൾ, അവലോകനങ്ങൾ, പ്രശ്നപരിഹാരങ്ങൾ എന്നിവയാണ് സമയബന്ധിതമായി ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സഹായകരമായതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. കേളിത്തോട് പാലത്തിന് സമീപം നടന്ന ഉദ്ഘാടന പരിപാടിയിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചുകൊണ്ട് ശിലാഫലകം അനാച്ഛാദനം നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യ അതിഥിയായി. പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TS ബൈജു, KM ബാബുരാജ്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായ ഭദ്ര മനു, ഗ്രാമപഞ്ചായത്ത് അംഗം KA അനിൽകുമാർ, പൊതുമരാമത്ത് വകുപ്പ് പാലം അസിസ്റ്റന്റ് എഞ്ചിനീയർ AM ബിന്ദു എന്നിവർ സന്നിഹിതരായി. കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥയിലായിരുന്നു പുതുക്കാട് ചെറുവാൾ റോഡിൽ മുൻപുണ്ടായിരുന്ന കേളിത്തോട് പാലം. 11 മീറ്റർ വീതിയിൽ പുനർനിർമ്മാണം നടത്തിയ പാലത്തിനായി 2.5 കോടി രൂപയാണ് ചെലവിട്ടത്. പദ്ധതിയിൽ താൽക്കാലിക പാലവും അനുബന്ധ റോഡ് നിർമ്മാണവും, പഴയ പാലം പൊളിച്ച് പുതിയ പാലം നിർമ്മാണം, ഇന്റർലോക്ക് ടൈൽ വിരിച്ച് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം, തോട് സംരക്ഷണം, ഭിത്തി നിർമ്മാണം, ആവശ്യമായ ഡ്രൈനേജ് സംവിധാനങ്ങൾ, എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും എന്നിവ ഉൾപ്പെടുത്തിയാണ് പുനർനിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ പാലം പുതുക്കി പണിയുന്നതിന് വേണ്ടി എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും അതിന്റെ നടപടികൾ ക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിക്കുന്നതിനൊക്കെ നിരന്തരമായി നമ്മൾ ബന്ധപ്പെടും. കുറുമാലിപ്പുഴയിലെ 4 താൽക്കാലിക മൺചിറകളുടെയും നിർമ്മാണം ചൊവ്വാഴ്ച ആരംഭിക്കുമെന്ന് മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയരാജ് ഉറപ്പു നൽകിയതായി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അറിയിച്ചു. ചിറകൾ കെട്ടാത്തതുമൂലം കുറുമാലിപ്പുഴയുടെ ഇരുകരകളിലും ജലദൗർലഭ്യം അനുഭവപ്പെട്ടു തുടങ്ങിയ സാഹചര്യത്തിലും കരയാമ്പാടം പാടശേഖരത്തിലെ കൃഷി ഏതാണ്ട് മുഴുവനും ഉണങ്ങുകയും ചെയ്ത സാഹചര്യത്തിലുമാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വൈസ് പ്രസിഡന്റ് TG അശോകൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EK സദാശിവൻ, CPIM വരന്തരപ്പള്ളി ലോക്കൽ സെക്രട്ടറി NM സജീവൻ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ചേർന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കണ്ടത്. ഡിസംബർ അവസാനമോ ജനുവരി ആദ്യമോ ആണ് സാധാരണ ചിറ നിർമ്മാണം പൂർത്തീകരിക്കേണ്ടത്. എന്നാൽ ഇടയ്ക്ക് ലഭിച്ച ശക്തമായ വേനൽ മഴയിൽ ഏനമ്മാവ് ബണ്ട് പൊട്ടിയത് പുഴയിലെ ചിറ നിർമ്മാണം വൈകിച്ചു. ചിറ നിർമ്മാണത്തിന് മുന്നോടിയായി തിങ്കളാഴ്ച മുതൽ ചിമ്മിനി ഡാമിൽ നിന്നും നിലവിൽ കുറുമാലിയിലേക്ക് ജലം തുറന്നുവിടുന്നത് നിർത്തുമെന്നും ജയരാജ് അറിയിച്ചു. വൈദ്യുതി ഉൽപ്പാദനത്തിനുൾപ്പെടെ ഇപ്പോൾ 1.75 ദശലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളമാണ് ദിനം പ്രതി ഡാമിൽ നിന്നും പുഴയിലേക്ക് എത്തുന്നത്. കുറുമാലിപ്പുഴയിൽ താൽക്കാലിക ചിറകൾ നിർമ്മിക്കുന്നതിനായി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ചിമ്മിനി ഡാമിൽ നിന്നുള്ള ജലവിതരണം നിർത്തുമെന്ന് അധികൃതർ അറിയിച്ചു.
പാലിയക്കരയിൽ വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ച 3.2 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പുതുക്കാട് പോലീസിന്റെ പിടിയിലായി. തൈക്കാട്ടുശ്ശേരി സ്വദേശി മാമ്പ്രക്കാരൻ അബിൻ, മുക്കാട്ടുകര സ്വദേശി പോർക്കളങ്ങാട് വീട്ടിൽ ഡിജിത്ത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി ഡിവൈഎസ്പി അശോകന്റെ മേൽനോട്ടത്തിൽ പുതുക്കാട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വി സജീവ് കുമാർ, SI-മാരായ ബി പ്രദീപ് കുമാർ, പി സുധീഷ്, CPO-മാരായ ശ്രീജിത്ത്, അമൽരാജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിലൂടെ തുടർച്ചയായി 5 ദിവസത്തോളം വെള്ളം തുറന്നുവിട്ടത് മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിലെ കർഷകർക്ക് കനത്ത നാശം വരുത്തിയതായി പരാതി. മാങ്കുറ്റിപ്പാടത്തെ 7 ഏക്കറോളം നിലത്തിലെ വിളഞ്ഞ നെല്ല് കൊയ്തെടുക്കാൻ കഴിയാത്ത വിധം കണ്ടങ്ങളിൽ വെള്ളം കയറിയതാണ് കർഷകർക്ക് ദുരിതമായത്. കണ്ടങ്ങളിൽ വെള്ളം നിറഞ്ഞതിനാൽ കൊയ്ത്ത് യന്ത്രം ഇറക്കാൻ ബുദ്ധിമുട്ടായി. നെൽക്കതിരുകൾ വെള്ളത്തിലേക്ക് വീഴാനും ഇടയായി. കനാലിൽ വെള്ളം കുറച്ചെങ്കിലും പാടത്ത് ഉറവ രൂപപ്പെട്ടതാണ് ഇപ്പോൾ ദുരിതമായത്. കൊയ്ത്തിന് ശേഷം വൈക്കോൽ നനയാതെ ശേഖരിക്കാനും വെള്ളത്തിന്റെ ശല്യം മൂലം കർഷകർക്ക് കഴിയാത്ത സാഹചര്യമാണെന്ന് കർഷകനും പഞ്ചായത്ത് അംഗവുമായ ശിവരാമൻ പോതിയിൽ പറഞ്ഞു. മറ്റത്തൂർ പഞ്ചായത്തിലെ മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിന്റെ ബ്ലോക്കിലെ നെല്ലാണ് ഇപ്പോൾ ഇത് കൊയ്ത്ത് നടക്കണത്. മറ്റത്തൂർ ബ്രാഞ്ച് കനാലിൽ 5 ദിവസം വെള്ളം വിട്ട കാരണം 5-6 ദിവസം അടുപ്പിച്ച് വെള്ളം വിട്ടു. ഈ 6 ദിവസം അടുപ്പിച്ച് വെള്ളം വിട്ട കാരണം ഇപ്പോൾ ഈ പാടശേഖരത്തിൽ മുഴുവൻ വെള്ളമാണ്. ഇത് 7 ഏക്കർ 8 ഏക്കർ നിലം, 7 ഏക്കർ മേലെ നിലമുണ്ട്. ഈ 7 ഏക്കർ നിലത്തിൽ ഇപ്പോൾ വീണ് കിടക്കണ നെല്ലും വൈക്കോല് കംപ്ലീറ്റ് പോയി. വീണ് കിടക്കണ നെല്ലിലൊക്കെ വെള്ളം കയറി. ഈ വെള്ളം ഇപ്പോൾ മറ്റത്തൂർ ബ്രാഞ്ച് കനാലിൽ നിന്ന് നിലം പണിയുന്നത് ആകെ മാങ്കുറ്റിപ്പാടം മാത്രമേ ഉള്ളൂ. കുഞ്ഞേലുപാറയും മോനടി കടമ്പോട് അവിടെയൊക്കെ നിലങ്ങളുണ്ടായിരുന്നത് അവരൊക്കെ പറമ്പാക്കി. ഞങ്ങൾ 5 കൊല്ലം പണിയാണ്ടിട്ടിട്ട് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ തൊട്ട് പണി തുടങ്ങിയതാണ്. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വൈക്കോലും നഷ്ടപ്പെട്ടു, നെല്ലും നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെയാകുമ്പോൾ ഞങ്ങൾക്കിത് തരിച്ചിടേണ്ട ഗതികേടിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നെൽകൃഷിക്ക് എല്ലാ പ്രാധാന്യം. ആദ്യകാലത്ത് നെൽകർഷകരുടെ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടാണ് മറ്റത്തൂർ ഇറിഗേഷൻ കനാലിൽ വെള്ളം തുറന്നുവിട്ടിരുന്നതെന്ന് കർഷകർ പറയുന്നു. വിളഞ്ഞ നെല്ല് കൊയ്തെടുക്കുന്നതുവരെ കനാലിൽ വെള്ളം വിടാറില്ല. എന്നാൽ ഇപ്പോൾ നെൽകർഷകരുടെ താൽപ്പര്യങ്ങളെ അവഗണിക്കുകയാണെന്ന് കർഷകനായ ശിവരാമൻ പോതിയിൽ പരാതിപ്പെട്ടു. എല്ലാ പ്രാധാന്യം ഇപ്പോൾ കൊടുക്കുന്നത് ജാതിക്കും വാഴയ്ക്കും തെങ്ങിനുമാണ്. അത് തന്നെയല്ല കുടിക്കാൻ വെള്ളമില്ല എന്ന പേരിലാണ് കനാൽ വെള്ളത്തെ ദുരുപയോഗം ചെയ്യുന്നത്. പണ്ട് പനമ്പള്ളി കോയിന്നമാന ഈ സ്കീം ഇടമലയാറ് സ്കീം കൊണ്ടുവന്നത് തന്നെ കർഷകർക്കാണ്. ഇപ്പോൾ മോനടിയിലൊക്കെ എത്രയോ നല്ല പുളിന്തറ ഭാഗമൊക്കെ നല്ല നിലങ്ങളായിരുന്നു ഒരു 10-25 കൊല്ലം മുന്നേ. ഇപ്പോൾ ഉള്ള പ്രമാണിമാർ അതൊന്നും കാണുന്നില്ലേ. ആ നിലങ്ങൾ മുഴുവൻ അവിടെ പറമ്പാക്കി പച്ചക്കറിയാക്കി. ഇപ്പം ഞങ്ങളും മാങ്കുറ്റിപ്പാടോ ഇനിയിപ്പോൾ ആ നിലയിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്കും പറമ്പാക്കി പച്ചക്കറിയും വാഴയും വയ്ക്കാൻ തന്നെ ഞങ്ങൾക്ക് നിവൃത്തിയുള്ളൂ. നെൽകൃഷി ഇതോടുകൂടി അവസാനിപ്പിക്കാവുന്ന രീതിയിലാണ് ഞങ്ങളുടെയൊക്കെ കൃഷി. ഇപ്പം ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ് ഇപ്പോൾ ഇതിൽ വന്നത്, ഈ വെള്ളം വന്നതുകൊണ്ട്. മന്നത്ത് പത്മനാഭന്റെ 54ാമത് സമാധി ദിനം ചെങ്ങാലൂർ NSS കരയോഗത്തിൽ ആചരിച്ചു. സെക്രട്ടറി വിജയകുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രസിഡന്റ് VV രാജേഷ്, വൈസ് പ്രസിഡന്റ് വിജയൻ കാട്ടേടത്ത്, ട്രഷറർ ചന്ദ്രമതി, ശോഭനകുമാരി, കമ്മിറ്റി അംഗങ്ങളായ രാജൻ പുത്തൻവീട്ടിൽ, മധുകുമാരി, രേഖ, ലീല ബാലകൃഷ്ണൻ, ജിജേഷ് എന്നിവർ നേതൃത്വം നൽകി. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപകനായ മന്നത്ത് പത്മനാഭന്റെ 54ാം ചരമവാർഷികം മന്നം സമാധി ദിനമായി ആമ്പല്ലൂർ മേഖലയിലെ ആമ്പല്ലൂർ, വട്ടനാത്ര, വരന്തരപ്പള്ളി, നെന്മണിക്കര, ചിറ്റിശ്ശേരി, മണ്ണമ്പേട്ട, കാഞ്ഞൂർ, പച്ചളിപ്പുറം, പൂക്കോട് എന്നീ കരയോഗങ്ങളിൽ ആചരിച്ചു. പുഷ്പാർച്ചന, ഉപവാസം, സമൂഹ പ്രാർത്ഥന, പ്രതിജ്ഞ പുതുക്കിച്ചൊല്ലൽ തുടങ്ങിയ ചടങ്ങുകളാണ് ഒരുക്കിയിരുന്നത്. ചടങ്ങുകൾക്ക് NSS പ്രതിനിധി സഭാംഗവും മേഖലാ കൺവീനറുമായ K ശേഖരൻ, രാജി അനീഷ്, C മുരളി, P രാമകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ആമ്പല്ലൂർ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായി മണ്ണമ്പേട്ടയിൽ സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PO ജോൺസൺ അധ്യക്ഷത വഹിച്ചു. നാഗാർജുന ഔഷധമിത്രം അവാർഡ് ലഭിച്ച സൗമ്യ ബിജുവിനെ MLA ഫലകവും പൊന്നാടയും അണിയിച്ച് ആദരിച്ചു. AS ജിനി, S ഐശ്വര്യ, ബോർഡ് അംഗങ്ങളായ ജിരീഷ് ജോർജ്, മാർട്ടിൻ മഞ്ഞളി, NV വിജയൻ, ജേക്കബ് പന്തലൂക്കാരൻ, സൗമ്യ ബിജു, ബെൻസി IG, G അനിത എന്നിവർ സന്നിഹിതരായി.
നന്ദിപുരം പയ്യൂർക്കാവ് ദേവീക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾ നടത്തി. ശേഷം എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, മേളം, തുടർന്ന് വർണ്ണമഴ എന്നിവയുണ്ടായി. ക്ഷേത്ര മേൽശാന്തി, മറ്റ് ഭാരവാഹികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. നിരവധി ആളുകളാണ് പൂരാഘോഷത്തിൽ പങ്കാളികളായത്. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ അവഗണിക്കുന്നുവെന്നാരോപിച്ച് ക്ഷേമ സംരക്ഷണത്തിനായി KSKTU പറപ്പൂക്കര നെല്ലായി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തൊട്ടിപ്പാളിൽ പാവങ്ങളുടെ പടയണി സംഘടിപ്പിച്ചു. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. PR രാജൻ അധ്യക്ഷത വഹിച്ചു. AG രാധാമണി, കവിത സുനിൽ, ബീന സുരേന്ദ്രൻ, CV സുധ, ദിനേശ് വെള്ളപ്പാടി, PV കുമാരൻ എന്നിവർ പ്രസംഗിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലിയിൽ സംഘടിപ്പിച്ച പടയണി KSKTU ജില്ലാ സെക്രട്ടറി TK വാസു ഉദ്ഘാടനം ചെയ്തു. CV രവി അധ്യക്ഷത വഹിച്ചു. KSKTU ജില്ലാ ജോയിന്റ് സെക്രട്ടറി KJ ഡിക്സൺ, കൊടകര ഏരിയ പ്രസിഡന്റ് PK കൃഷ്ണൻകുട്ടി, CATU കൊടകര ഏരിയ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന PC ഉമേഷ്, PK രാജൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻറ്റോ കൈതാരത്ത്, VS നിജിൽ, വിജിത്ത് വർഗീസ്, സുനിത ബാലൻ, CM സുലോചന എന്നിവർ സംസാരിച്ചു. സിമെന്റിനും പകരം മണൽ കൂടി ചേർത്തിട്ട് ഒരു പെട്ടെന്ന് കുടിച്ചു പോകുന്ന തരത്തിലാണ് ഗ്യാസ് വെക്കുന്നത്. അപ്പൊ ഇത് പൊളിച്ചു കിടക്കുന്ന ഒരു പൂരണ്ടാവും ചോരന്റെ അടുത്ത്. JCI തൃച്ചൂർ ഗ്രീൻ സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുക്കാട് നെന്മണിക്കര പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കുന്നതിനാവശ്യമായ ബിന്നുകൾ സ്ഥാപിക്കുന്ന ബോട്ടിൽ ബാറ്റിൽ പദ്ധതിക്ക് തുടക്കമായി. JCI ഇന്ത്യ വൈസ് പ്രസിഡന്റ് ഇഷാൻ അഗർവാൾ ഉദ്ഘാടനം നിർവഹിച്ചു. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻവശം ആദ്യ ബിൻ സ്ഥാപിച്ചു. JCI തൃച്ചൂർ ഗ്രീൻ സിറ്റി പ്രസിഡന്റ് ജിൻഡോ ജോസഫ് അധ്യക്ഷനായിരുന്നു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് മുഖ്യ അതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ, പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര, JCI സോൺ 20 പ്രസിഡന്റ് അരുൺ ജോസ്, വൈസ് പ്രസിഡന്റ് സൂരജ് വേളയിൽ, പ്രോഗ്രാം ഡയറക്ടർ ജോബി മധുരക്കറി, കോർഡിനേറ്റർ സതീശൻ വാഴപ്പള്ളി, ജിജോ പിഡിയത്ത്, സെക്രട്ടറി അരുൺ ഫ്രാൻസിസ്, ജോസൻഡോ തോമസ് എന്നിവർ പ്രസംഗിച്ചു. പൊതുസ്ഥലത്ത് പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് ഒഴിവാക്കി പഞ്ചായത്തിന്റെ സഹായത്താൽ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശം. പുളിക്കൻ ഫ്യൂവൽസ് ആണ് ബിൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. Plastic bottles in one of the plastic bottle shape container, and then they are recycling the same. It is recycled the same. So it is a very good project, innovative project. It can be taken at the national level also. പുതുക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു കാര്യമാണ്. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള മാലിന്യ സംസ്കരണ നിയമത്തിന് കീഴിൽ വന്നിട്ടുള്ള ഒരു തീരുമാനമനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകളും കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ഇവിടെ ആദ്യമായിട്ടാണ് രണ്ടാം വാർഡിലാണ് ഈ പമ്പ് നിലനിർത്തുന്നത്. ആദ്യമേ തന്നെ PJC മെമ്പർമാരെ അഭിനന്ദിക്കുന്നു. കാരണം പുതുക്കാട് പഞ്ചായത്തിനോട് ചേർന്ന് ഞങ്ങളുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഒരുമിച്ച് നിൽക്കുകയാണ്. പുതുക്കാടിനെ സംബന്ധിച്ച് പുതിയ ഒരു JCI തൃച്ചൂർ ഗ്രീൻ സിറ്റി നാഷണൽ വൈസ് പ്രസിഡന്റിന്റെ വിസിറ്റിനോടനുബന്ധിച്ച് ഓൾ ഓഫ് മൈ JCI ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ ഒരു അതിമനോഹരമായ ഒരു പ്രൊജക്റ്റോടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. സിറ്റി മൊത്തം റിമൂവ് ദി പ്ലാസ്റ്റിക് ബോട്ടിൽസ്. കുറുമാലിപ്പുഴയിലെ മുങ്ങിമരണം പതിവായ ആറ്റപ്പള്ളിക്കടവിൽ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചു. അടുത്ത കാലത്തായി 4 പേർ ഒഴുക്കിൽപ്പെട്ട് മരിച്ച സാഹചര്യത്തിലാണ് അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചത്. കടവിന് സമീപത്ത് പ്രവർത്തിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഓപ്പറേറ്റർമാരായ വിനു കൂട്ടുങ്ങൽ, രാജീവ് എന്നിവരും ലിഫ്റ്റ് ഇറിഗേഷൻ ഓപ്പറേറ്റർമാരായ സദാനന്ദൻ, രാജേഷ് എന്നിവരും ചേർന്നാണ് ബോർഡ് സ്ഥാപിച്ചത്.
ഒമ്പതുങ്ങൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിദ്യാരാജഗോപാല മന്ത്രാർച്ചനയും ആധ്യാത്മിക സത്സംഗവും സംഘടിപ്പിച്ചു. ഇരിഞ്ഞാലക്കുട കാവനാട് രാമൻ നമ്പൂതിരി നേതൃത്വം നൽകി. ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ശ്രീകോവിൽ ചെമ്പോല പൊതിയുന്നതിനായുള്ള ധനസമാഹരണ കൂപ്പൺ വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു. ക്ഷേത്രം ട്രസ്റ്റ് മുൻ പ്രസിഡന്റ് PG ശിവൻകുട്ടിക്ക് നൽകി. ക്ഷേത്രം തന്ത്രി ഏറന്നൂർ നാരായണൻ നമ്പൂതിരി കൂപ്പൺ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മേൽശാന്തി മോഹനൻ എമ്പ്രാന്തരി, കഴകക്കാരായ ഗിരിജൻ പിഷാരടി, പുഷ്പ പിഷാരസ്യാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രസിഡന്റ് P പ്രഭാകരൻ, സെക്രട്ടറി P രാജീവ്, P ഭാസ്കരൻ, K നാരായണമേനൻ, PG ശിവൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബിജു അമ്പഴക്കാടനെ പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. മുൻ MLA അനിൽ അക്കര ബിജു അമ്പഴക്കാടനെ അനുമോദിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുധൻ കാരയിൽ അധ്യക്ഷനായി. മുൻ MLA പോൾസൺ, DCC ജനറൽ സെക്രട്ടറിമാരായ TM ചന്ദ്രൻ, സെബി കൊടിയൻ, CC ശ്രീകുമാർ, പുതുക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, പുതുക്കാട് നിയോജക മണ്ഡലം UDF കൺവീനർ സോമന മൂത്രത്തിക്കര, KJ ജോജു, യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം എന്നിവർ പ്രസംഗിച്ചു. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി പുതുക്കാട് സെന്ററിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഷാദ് ജിന്നാസ് ഉദ്ഘാടനം നിർവഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ജെറോൺ ജോൺ, TM ചന്ദ്രൻ, സെബി കൊടിയൻ, അരുൺ മോഹൻ, EM ഉമ്മർ, സിജോ പുന്നക്കര, ലിൻഡോ പള്ളിപ്പറമ്പൻ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ നൈജോ, ജസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു. പതിനായിരക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ അവരുടെ വീടും ജംഗമ സ്വത്തുക്കളും നഷ്ടമാകുമ്പോ ഈ രാജ്യത്തെ ക്രൈസ്തവ വിശ്വാസികൾ വലിയൊരു ആപത്ത് നേരിടുമ്പോ ആ ആപത്തിനൊന്നും നിലപാട് സ്വീകരിക്കാത്ത യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ പ്രിയപ്പെട്ട BV ശ്രീനിവാസ് ജിയാണ് എന്നുള്ള വസ്തുത നമുക്ക് എല്ലാവർക്കും മുൻപിലുണ്ട്. അവർക്ക് ഭക്ഷണമായിക്കോട്ടെ, പുതപ്പുകളായിക്കോട്ടെ. കൊതിയൂറും വിഭവങ്ങളുടെ കലവറയുമായി ഒറിഗാനോ ബേക്കേഴ്സ് മുത്രത്തിക്കര കാട്ടുകാരൻ കോംപ്ലക്സിൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കും. രാവിലെ 9:30 നടക്കുന്ന ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ചെങ്ങാലൂർ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലേക്ക് GNM യോഗ്യതയുള്ള മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. മാർച്ച് 5 രാവിലെ 10:30 പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് വാക്ക്-ഇൻ ഇൻ്റർവ്യൂ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 9492623570. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ആശാപ്രവർത്തകർക്കായി സേവനം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി SSLC വിദ്യാഭ്യാസ യോഗ്യതയും 25-നും 45-നും ഇടയിൽ പ്രായമുള്ളവരും 5-ാം വാർഡ് നിവാസികളുമായ സ്ത്രീകളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകൾ മാർച്ച് 2 ശനിയാഴ്ച 5 മണിക്ക് മുൻപായി മെഡിക്കൽ ഓഫീസർ, കുടുംബാരോഗ്യ കേന്ദ്രം, തൃക്കൂർ എന്ന വിലാസത്തിൽ ലഭ്യമാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തൃക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലോ ഇനി പറയുന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. നമ്പർ 9747041230. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കേളിത്തോട് പാലം നാടിന് സമർപ്പിച്ചു. പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. കുറുമാലിപ്പുഴയിലെ 4 താൽക്കാലിക മൺചിറകളുടെയും നിർമ്മാണം ചൊവ്വാഴ്ച ആരംഭിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതായി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ. ചിറകൾ നിർമ്മിക്കുന്നതിനായി തിങ്കളാഴ്ച രാവിലെ ചിമ്മിനി ഡാമിൽ നിന്നുള്ള ജലവിതരണം നിർത്തും. പാലിയക്കരയിൽ വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ച 3.2 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പുതുക്കാട് പോലീസിന്റെ പിടിയിലായി. മാങ്കുറ്റിപ്പാടത്തെ 7 ഏക്കറോളം നിലത്തിലെ വിളഞ്ഞ നെല്ല് കൊയ്തെടുക്കാൻ കഴിയാത്ത വിധം വെള്ളം കയറി. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിലൂടെ തുടർച്ചയായി വെള്ളം തുറന്നുവിട്ടതാണ് കാരണമെന്ന് പരാതിയുമായി കർഷകർ. മന്നത്ത് പത്മനാഭന്റെ സമാധി ദിനമാചരിച്ച് NSS കരയോഗങ്ങൾ. പുഷ്പാർച്ചന, ഉപവാസം, സമൂഹ പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തി. ആമ്പല്ലൂർ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി മണ്ണമ്പേട്ടയിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു.
ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.